JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഗ്രഹചാര ഫലം, അതായത് മാസഫലവും അതുപോലെ തന്നെ ആഴ്ചഫലവും ഒക്കെ ഇടുമ്പോൾ അത് ശരിയാകുമോ, ശരിയാകുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് കൂടി ബോധ്യം വരുന്നതിന് വേണ്ടി. അതുപോലെ അഷ്ടവർഗത്തിൻ്റെ പ്രാധാന്യം എന്താണ്, പിന്നെ രാഹു കേതുക്കൾ രാശി മാറുന്ന 2025 വീഡിയോയിൽ അങ്ങനെ 4-5 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു വീഡിയോയിൽ കുറേ കമൻറ്റുകൾ വന്നു, അതായത് ഇതുവരെ ഉണ്ടാകാത്ത ചില കമൻറ്റുകൾ. ആ കമൻറ്റുകൾ എങ്ങനെയാണ് ഉണ്ടായത്, അതിൻ്റെ പിന്നിലെ കാര്യം എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് കാര്യം പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഫലം പറയുന്ന ആ ഒരു സ്വഭാവത്തിൽ അത് ശരിയോ തെറ്റോ എന്നറിയുന്ന കുറേ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. രാഹു കേതുക്കളുടെ രാശിമാറ്റം 2025 എന്ന പേരിൽ മേടൻ രാശി മുതൽ ചിങ്ങൻ രാശി വരെയുള്ള വീഡിയോ ചെയ്തപ്പോൾ അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇത് പൊതുഫലമാണ്, ചാരവശാലുള്ള ഫലം പറയുമ്പോൾ നിങ്ങളുടെ ജാതകത്തിൻ്റെ സ്ഥിതിയും ദശാപഹാരവും അനുസരിച്ച് ഫലത്തിന് വ്യത്യാസം വരുന്ന കാര്യം. അതുപോലെ രാഹു കേതുക്കൾ ഛായാഗ്രഹങ്ങളാണ്. അവർ ആരോട് ചേരുന്നു, അല്ലെങ്കിൽ ഏത് ഗ്രഹത്തോട് ചേർന്ന് നിൽക്കുന്നു, അഥവാ ഏത് രാശിയിൽ നിൽക്കുന്നു, അതിൻ്റേതായ ഫലം. ശുഭരാശിയാണെങ്കിൽ ശുഭഫലം തരും, പാപരാശിയാണെങ്കിൽ പാപഫലമായിരിക്കും എന്നെല്ലാം ഓരോ വീഡിയോയിലും പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. മറ്റ് ഗ്രഹങ്ങളെ പോലെ സ്വന്തമായിട്ടുള്ള കഴിവ് ഇതിന് കുറവാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടും കർക്കിടകം രാശിക്കൂറുകാരുടെ വീഡിയോയിൽ ചില കമൻറ്റുകൾ വന്നു. എനിക്കെന്തോ തകരാറുണ്ട്, ആരും പറയാത്ത കാര്യങ്ങളാണ് പറയുന്നത് എന്നാണ് ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കമൻറ്റ് കഥ പറയുകയാണ്, ഫലം പറയുകയല്ല. വേറൊരു കമൻറ്റ് ഇത് കേൾക്കാൻ ബോറാണ്. മറ്റൊരു കമൻറ്റ് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് നല്ല ശേഷിയുണ്ട്, അതുകൊണ്ട് പഠിച്ചിട്ട് പറയാം എന്നൊക്കെയാണ് ഓരോ കമൻറ്റുകൾ വന്നിരിക്കുന്നത്. ഞാൻ കമൻറ്റുകളെല്ലാം ഒന്നും പറയുന്നില്ല, അത് നിങ്ങൾക്ക് തന്നെ കാണാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ ചെയ്തപ്പോൾ തന്നെ, അതായത് കർക്കിടകൻ രാശിയെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഇത്തരം ചില കമൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട് എന്നെനിക്ക് നേരത്തെ തന്നെ തോന്നിയിരുന്നു. കാരണം പുണർതത്തിൻ്റെ 4-ാം പാദം, പൂയം, ആയില്യം, ഈ 2.25 നക്ഷത്രങ്ങളാണല്ലോ കർക്കിടകൻ രാശിയിൽ വരുന്നത്. ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ ഈ 3 നക്ഷത്രങ്ങളും വ്യത്യസ്ത സ്വഭാവക്കാരാണെങ്കിലും കർക്കിടകൻ രാശിയുടെ പ്രത്യേകിച്ച് ആയില്യത്തിൻ്റെ ദേവത സർപ്പങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കർക്കിടകൻ രാശിക്കൂറുകാരും ഈ രാഹുവുമായിട്ട് മറ്റ് രാശിക്കൂറുകളിൽ ഇല്ലാത്ത ഒരു ബന്ധം അതിനുണ്ട്. പൊതുവേ ഈ രാശിക്കാർ അല്പം പിടിവാശിയും ദേഷ്യവും ഉള്ളവരാണെങ്കിലും പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, ഇണങ്ങിയാൽ നക്കിക്കൊല്ലും, പിണങ്ങിയാൽ കുത്തിക്കൊല്ലും എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഓരോ നക്ഷത്രക്കാരും അനേകം പേരുണ്ട്. എല്ലാവരും ഒരു സ്വഭാവക്കാരാണോ എന്ന് ചോദിച്ചാൽ അല്ല. എങ്കിലും ഈ പറയുന്നതിനോടൊക്കെ കുറേ സാമ്യമുള്ളവരും ഉണ്ടാകും. നക്ഷത്രം ഒന്നായാലും എല്ലാവരുടെയും ജീവിതവും എല്ലാവരുടെയും ആ ഒരു സ്വഭാവവും രീതികളും കാഴ്ചപ്പാടും ഒന്നും ഒരുപോലെ ആയിരിക്കില്ല. എന്താണ് അതുകൊണ്ടുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ അതിന് മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, തലയിലെഴുത്ത് എന്ന് പറയുന്ന ജനന സമയത്തെ ജാതകത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ചില വ്യത്യാസങ്ങളൊക്കെ ഓരോരുത്തരിലും കാണും. പിന്നെ ഈ പെട്ടെന്ന് ദേഷ്യവും കോപവും ഒക്കെ വരുന്നവരാണെങ്കിൽ പോലും ചന്ദ്രൻ്റെ രാശിയാണ്, അതുകൊണ്ട് തന്നെ അത് ജലരാശിയാണ്. അപ്പോൾ ചൂടാവുന്നവരും പെട്ടെന്ന് ദേഷ്യം വരുന്നവരും കുറേ കഴിയുമ്പോൾ തണുത്ത് ആ ദേഷ്യമൊക്കെ മാറുന്ന ഒരു സ്വഭാവവും കാണാറുണ്ട്. ഈ എനിക്ക് സ്വന്തമായിട്ട് കഴിവുണ്ട് എന്ന് പറയുന്ന ആ ഒരു കമൻറ്റിലൂടെ എല്ലാവർക്കും സ്വന്തമായി കഴിവ് വേണം എന്ന അഭിപ്രായക്കാരനാണ്. ആരുടെയെങ്കിലും സഹായമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥ ആർക്കും ഉണ്ടാകരുത്. സ്വന്തമായി നിലനിൽക്കാനുള്ള കഴിവ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നല്ല സമയം അല്ല എന്ന് തോന്നുമ്പോൾ അതൊക്കെ നിങ്ങളുമായി പങ്കുവയ്ക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത്. 7 ഗ്രഹങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ആ 7 ഗ്രഹങ്ങളുടെ പേരാണ് ഒരാഴ്ചയിൽ ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങൾക്ക് പോലും നൽകിയിരിക്കുന്നത്. അതായത് സൺഡേ എന്ന് പറയുന്നതാണല്ലോ ഞായറാഴ്ച. ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളുടെയും പേര് പറഞ്ഞ് അവസാനിക്കുന്ന സാറ്റർഡേ എന്ന ശനിയാഴ്ച കൊണ്ടാണ് ആ ആഴ്ച അവസാനിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ 7 ദിവസങ്ങളിലും രാഹുകേതുക്കളുടെ പേരോ ആഴ്ചയോ വരുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഛായാഗ്രഹങ്ങളായതുകൊണ്ട് തന്നെയാണ്. ഒരാളുടെ ജാതകത്തിൽ ബലവാനായ ഒരു ഗ്രഹം കർമ്മസ്ഥാനത്തുണ്ടെങ്കിൽ അയാൾ പ്രവൃത്തിയിൽ മിടുക്കനായിരിക്കും. അതാണല്ലോ പ്രവൃത്തി രംഗവും അതുപോലെ കർമ്മഭാവവുമാണ് 10-ാം ഭാവം.
അപ്പോൾ ഒരാളുടെ ജാതകത്തിൽ ബലവാനായ ഒരു ഗ്രഹം 10ൽ നിൽക്കുകയോ അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളുടെ ഒരു ബന്ധം വരികയോ ചെയ്യുമ്പോൾ ആ നിൽക്കുന്ന ഗ്രഹത്തിനും ആ 10ാം ഭാവത്തിലേക്ക് ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങൾക്ക് ബന്ധമുണ്ടോ അത്തരത്തിലുള്ള സ്വഭാവം എല്ലാം തന്നെ ആ വ്യക്തി കാണിക്കും. അപ്പോൾ അങ്ങനെ നല്ലതായാലും ചീത്തയായാലും സ്വന്തമായി പലതും ചെയ്യാൻ കഴിയുന്ന ആ ഒരവസ്ഥ പലരുടെയും ജീവിതത്തിൽ കാണും. ഇതൊന്നും അല്ലല്ലോ രാഹുകേതുക്കളെ സംബന്ധിച്ച് പറയുന്നത്. രാഹുകേതുക്കൾ 10ാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഫലം കാണിക്കും. അത് ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത് അതനുസരിച്ച് തന്നെയാണ് പറയുന്നത്. പിന്നെ രാഹുകേതുക്കളെക്കുറിച്ച് ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. വിട്ടുപോയ ചില കാര്യങ്ങൾ വരുന്ന ഓരോ വീഡിയോയിലും അത് പറയും എന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏത് ഗ്രഹത്തെക്കുറിച്ചാണോ നമ്മൾ പറയുന്നത് ആ ഗ്രഹത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ അത് നൽകുന്ന സൂചന അതിൻ്റെ സാധ്യതകൾ എല്ലാം കേൾക്കുന്നവർക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് അവർക്കൊരു യോജിപ്പ് വരത്തുള്ളൂ. അല്ലാതെ ഇപ്പം ഏതെങ്കിലും ഒരു ഗ്രഹം രാശി മാറി ഉടനെ 9 പേര് കോടീശ്വരന്മാരാകും അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് കോടീശ്വരന്മാരാകും എന്നൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുപോലെ ഗജകേസരി യോഗം കേസരി യോഗം എന്നൊക്കെ പറഞ്ഞ് ചില വീഡിയോകളൊക്കെ ഇടും. എൻ്റെ ഈ കേസരി യോഗം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ കേന്ദ്രഭാവത്തിൽ വ്യാഴം വരിക എന്ന 12 രാശിയുടെയും 4, 7, 10 ഭാവങ്ങളിൽ വ്യാഴം വരാം അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ കേന്ദ്രഭാവങ്ങളിൽ ചന്ദ്രൻ വരാം. അത് എല്ലാ മാസവും എല്ലായ്പ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. ഇത് ചാരവശാൽ എല്ലാവർക്കും ഗജകേസരി യോഗം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. ജാതകത്തിൽ ഒരാൾ ജനിച്ച ആ രാശിയുടെ 10ാം ഭാവത്തിൽ വ്യാഴം ഉണ്ടെങ്കിൽ കേസരി യോഗം ഉണ്ട് എന്ന് പറയും. ഈ കേസരി യോഗം എന്ന് പറയുന്ന രാജയോഗമൊന്നുമല്ല, അത് ഒരു ആയുസ്സിന് ഗജകേസരി യോഗം എന്ന് പറയുമ്പോൾ ആനയെപ്പോലെ എന്നൊക്കെയുള്ള അർത്ഥമാണുള്ളത്. അതായത് മനുഷ്യൻ്റെ ആനയുടെ ആയുസ്സൊക്കെ ഏതാണ്ട് തുല്യമായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിനോട് സാമ്യമുള്ളത് എന്ന് മാത്രമേ അതിൽ അർത്ഥമുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോ പൂർണ്ണമായും കാണാതെ തുടക്കം കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് ആമുഖമായിട്ടായിരിക്കും തോന്നുന്നത്. ആ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് തോന്നും ഇത് കഥ പറയുകയാണ്, കാര്യം പറയുകയല്ല എന്ന്. എങ്ങനെയായാലും ഒരു കാര്യം ഒരാളിന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അതിനകത്തിൽ ചില കഥകൾ പറയണമെങ്കിൽ ആ കഥയും പ്രാധാന്യപ്പെട്ട ഒരാൾക്ക് എങ്ങനെയാണോ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വിധത്തിൽ പറയുക എന്നുള്ളതാണ് പറയുന്ന ആളിൻ്റെ. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചാരവശാൽ ഉള്ള ഫലം പറയുമ്പോൾ, ചാരവശാൽ എന്ന് പറഞ്ഞാൽ ഏത് നക്ഷത്രത്തിലാണോ ഒരാൾ ജനിച്ചത് ഏത് കാലഘട്ടത്തിൽ വേണമെങ്കിലും ആ നക്ഷത്രക്കൂറിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങൾ സഞ്ചരിച്ചുകൊണ്ടേ. അപ്പോൾ 2023 24 25 ഏത് വർഷത്തെ കാര്യം വേണമെങ്കിലും അന്നേരത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നമുക്ക് ചാരവശാൽ പറയാൻ പറ്റും. എന്നാൽ ജാതകം എന്ന് പറയുന്നത് അതല്ല, ജനന സമയത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി പറയുന്ന കാര്യങ്ങളാണ്. അത് ജീവിതകാലം മുഴുവനും അതിന് യാതൊരു വ്യത്യാസവും ഉണ്ടാകത്തില്ല. കാരണം 50 വർഷം മുമ്പ് ഉള്ള ഒരു ജാതകം എടുക്കുന്നത് ഇപ്പോഴാണെങ്കിൽ അത് ആ 50 വർഷം മുമ്പുള്ള ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും എടുക്കുന്നത്. അതുകൊണ്ട് അത് എന്നായാലും അതിന് വ്യത്യാസമൊന്നും വരത്തില്ല. ചാരഫലം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എപ്പോഴും ഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കറങ്ങുന്ന അവസ്ഥയിൽ വരുന്ന ഫലങ്ങളാണ്. അങ്ങനെ വരണമെങ്കിൽ ഓരോ ഗ്രഹങ്ങളും ഗോചരഭാവത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ വേദരാശി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ വേദരാശിയിൽ ഒരു ഗ്രഹം നിൽക്കുകയാണെങ്കിൽ നല്ല ഭാവത്തിൽ നിൽക്കുന്ന ആ ഒരു ഫലം അത് ചെയ്യില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പാവഗ്രഹങ്ങൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് സൂര്യൻ നിൽക്കുന്ന രാശിയുടെ 3, 6, 10, 11 ഭാവം. ഇപ്പോൾ ഒരാളിൻ്റെ ഏതെങ്കിലും ഒരു രാശിക്കൂറുകാരുടെ 3, 6, 10, 11 ഭാവത്തിൽ സൂര്യൻ നിൽക്കുകയാണെങ്കിൽ നല്ല ഫലമാണ് പറയും. അത് ചാരവശാലുള്ള ഫലം. അങ്ങനെ നല്ല ഫലം പറയുമ്പോൾ ആ ഫലം തരണമെങ്കിൽ അല്ലെങ്കിൽ ആ ഫലം ശരിയായിരിക്കണമെങ്കിൽ 9, 6, 4, 5 ഭാവങ്ങളിൽ ശനി ഒഴിച്ച് വേറെ ആരും നിൽക്കരുത്. അതായത് ശനിയും സൂര്യനും തമ്മിൽ പരസ്പരം ഭേദമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതായത് 3ാം ഭാവത്തിൽ ഉദാഹരണം പറയുകയാണ്, തുലാം രാശിക്കാർക്ക് ധനു മാസത്തിൽ 3ലാണ് സൂര്യൻ വരുന്നത്. കാരണം തുലാം, വൃശ്ചികം, ധനു. അപ്പോൾ തുലാം രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 3ാം ഭാവമായ ധനു രാശിയിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ ധനു മാസത്തിൽ നല്ല ഫലം തരും. അപ്പോൾ സൂര്യനെക്കുറിച്ചുള്ള നല്ല ഫലങ്ങൾ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് അനുഭവപ്പെട്ടില്ലല്ലോ എന്ന് ചിലർക്ക് തോന്നാം. അങ്ങനെ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 9ാം ഭാവമായ മിഥുനൻ രാശിയിൽ ശനി ഒഴിച്ച് വേറെ ഗ്രഹങ്ങളൊന്നും നിൽക്കാൻ പാടില്ല. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ആ മാസം സൂര്യൻ്റെ ഫലം പറയുന്നത് പോലെ നല്ല ഫലമാണെങ്കിൽ അനുഭവപ്പെടുക. അതുപോലെ തന്നെ തിരിച്ചു, അതായത് സൂര്യൻ മോശമായ ഒരു സ്ഥാനത്താണ് നിൽക്കുന്നത്,
അങ്ങനെ നിൽക്കുമ്പോൾ ആ മോശഫലമേ ഒരാൾ പറയും. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ വേദസ്ഥാനത്ത് ഈ പറയുന്ന പോലെ ശനി ഒഴിച്ച് വേറെ ഏതെങ്കിലും ഒരു ഗ്രഹം നിൽക്കുകയാണെങ്കിൽ ആ ദോഷഫലം കുറയും, അല്പം ഗുണഫലം ഉണ്ടാവുകയും ചെയ്യും. അഥവാ ഗുണമൊന്നും ഉണ്ടായില്ലെങ്കിലും ദോഷമൊന്നും ഉണ്ടാകത്തില്ല. ഇത് തന്നെയാണ് ഈ ചാരഫലം പറയുമ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതനുസരിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും, അതായത് ഫലം പറയണം. ഇപ്പോൾ അസ്ട്രോളജിയിൽ പ്രവചനമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രവചനമൊന്നുമില്ല. പിന്നെ എന്താണുള്ളത്? കാണുന്ന കാര്യങ്ങളുടെ സാധ്യത പറയുക. അതെല്ലാം തന്നെ സാധ്യതയാണ്, ചിലപ്പോൾ സംഭവിക്കാനുള്ള സാഹചര്യം വരും. അത് തന്നെ അത്ര മാത്രമേ ജ്യോതിഷത്തിലുള്ളൂ. ഇങ്ങനെ പറയുന്ന ഓരോ കാര്യങ്ങളുടെയും ആകത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഫലങ്ങൾ. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജാതകത്തിലെ അഷ്ടവർഗം. അഷ്ടവർഗം എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച സമയത്ത് ജാതകം പരിശോധിക്കുമ്പോൾ ഓരോ ഗ്രഹങ്ങളും 8 രശ്മികളെ നൽകും എന്നാണ്. 8 അവസ്ഥയിൽ അല്ലെങ്കിൽ 8 വിധത്തിലുള്ള രശ്മികളെ ഓരോ ഭാവത്തിനും കൊടുക്കും, അല്ലെ ഓരോ രാശിക്കും കൊടുക്കും. ഓരോ ഗ്രഹങ്ങളും ഓരോ രാശിക്ക് നൽകുന്ന ദാനമാണ് ഈ രശ്മികൾ. രശ്മികൾ എന്നതിനെ വിളിക്കുന്നു എന്നേ ഉള്ളൂ. അതിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചാണ് ഫലം തരുന്നത്. ഉദാഹരണമായിട്ട് ശനി മീനൻ രാശിയിലേക്ക് 2025 മാറും. അപ്പം ഗുണവും ദോഷവും വരുന്ന ഓരോ രാശിക്കൂറുകാർ വരുവാൻ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ കുംഭൻ രാശിക്കാരെ ഉദാഹരണമായിട്ട് എടുത്താൽ കുംഭൻ രാശിയുടെ 2-ലാണ് 2025 ശനി സഞ്ചരിക്കാൻ പോകുന്നത്. അപ്പോൾ 2025 2-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികവും കുടുംബപരമായ പല പ്രശ്നങ്ങളും അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വരുന്നു എന്നതാണ് അതിൻ്റെ സൂചന. ഈ മീനൻ രാശിക്ക് ശനിക്ക് 6, 7, 8 അക്ഷങ്ങൾ അഥവാ രശ്മികൾ ഉണ്ടെന്ന് വിചാരിച്ചോളുക. അതായത് ജാതകത്തിൽ മീനൻ രാശിയിൽ ശനിക്ക് വീണത് 6, 7, 8 രശ്മികൾ വീണിട്ടുണ്ട് എന്നങ്ങ് വിചാരിക്കുക. അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ 2-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ അവർക്ക് വലിയ ദോഷമൊന്നും സംഭവിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റെല്ലാ ഗ്രഹങ്ങളുടെയും സപ്പോർട്ട്, ഒരു പിന്തുണ ആ ഭാവത്തിന് മീനൻ രാശിക്കുണ്ട് എന്നതുകൊണ്ടാണ് ഈ 2-ാം ഭാവത്തിൽ പിന്നെ ശനി സഞ്ചരിച്ചാലും വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ശനി 11-ലാണ് വരുന്നത്. അപ്പോൾ 11-ൽ ശനി വരുമ്പോൾ എല്ലാവരും പറയും, ഞാനും പറയും, എന്താണ് അത് വളരെ നല്ലതാണ്, ആഗമന സ്ഥാനമാണ് എന്നൊക്കെ. പക്ഷേ ഈ 11-ൽ ശനി വരുമ്പോൾ അതിൻ്റെ ഫലം പൂർണ്ണമായും ലഭിക്കണമെങ്കിൽ ഇടവത്തിൻ്റെ 5-ാം രാശിയായ കന്യരാശി, ഇടവത്തിൻ്റെ 5-ാം രാശി കന്യരാശിയാണ്. ഈ 5-ാം രാശിയിൽ സൂര്യൻ ഒഴിച്ച് ഒരു ഗ്രഹവും സഞ്ചരിക്കാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രഹം ഈ 11-ൽ ശനി സഞ്ചരിക്കുന്ന സമയത്ത് 5-ാം ഭാവത്തിൽ ഒരു ഗ്രഹം നിൽക്കുന്നു എങ്കിൽ, സൂര്യനല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഗ്രഹം നിൽക്കുന്നു എങ്കിൽ, കാരണം ശനിയും സൂര്യനും തമ്മിൽ പരസ്പരം ഭേദമില്ലാത്തതുകൊണ്ടാവും, നിൽക്കുന്നു എങ്കിൽ ഈ 11-ാം ഭാവത്തിലെ ശനിയുടെ ഗുണഫലം കുറയും. ഇതാണ് ആഴ്ചഫലവും മാസഫലവും ഒക്കെ പറയുമ്പോൾ പലർക്കും ഇതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടില്ല ഈ പറയുന്നൊന്നും എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു കാരണം. അപ്പം ചിലർക്ക് ഈ ഫലം, നല്ല ഫലം പറഞ്ഞാൽ ചിലർക്ക് അനുഭവത്തിൽ വരും, ചിലർക്ക് വലിയ അനുഭവത്തിലൊന്നും കാണത്തുമില്ല. മോശമായ സമയത്തെ സൂചിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ പുലർത്തുന്നത്. കാരണം നല്ല ഒരു സമയമാണെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ ഒരുപാട് നല്ല ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടാവും. പക്ഷെ മോശ സമയമാണെങ്കിലോ അത് ചിലപ്പോൾ വലിയ നഷ്ടമായിട്ടും വരും. ഇപ്പം നിങ്ങൾ ഒരു വഴിയെ കൂടെ നടന്നു പോകുന്നു. ഒരു ഉദാഹരണം പറ, വഴിയിൽ ഒരു വിജന സ്ഥലത്ത് ആരും അവകാശികളില്ലാതെ ഒരു 100-ൻ്റെയോ 500-ൻ്റെയോ നോട്ട് കിടക്കും. നിങ്ങൾക്കത് കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമൊക്കെ വരും. അത് നേരത്തെ അറിഞ്ഞിട്ടൊന്നുമല്ല, നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു ഭാഗ്യവും ഒരു സന്തോഷവും ഒരു ഇഷ്ടമൊക്കെ തോന്നും. അതുകൊണ്ട് ചിലപ്പം അവകാശികളൊന്നും അന്നേരം ആരും ചോദിച്ചു വന്നില്ലെന്ന് വരികയില്ല. നിങ്ങൾ ആ കാശ് കൊടുത്ത് എന്തെങ്കിലും മേടിച്ച് വീട്ടിൽ കൊണ്ടുവരികയും ചെയ്യും, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് 1000, 2000, 10000 രൂപ അല്ലെങ്കിൽ പേഴ്സ് നഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കിട്ടുന്നതിനേക്കാൾ വലിയ ദുഃഖമായിരിക്കും നിങ്ങൾക്കുണ്ടാകുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സമയം ശരിയല്ലെങ്കിൽ യാത്ര കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇന്ന ആഴ്ചകൾ, ഇന്ന ദിവസങ്ങൾ, ഇന്ന ഗ്രഹത്തിൻ്റെ സ്വഭാവം ഇന്നതാണ്, അത് നിങ്ങൾക്കത്ര നല്ലതല്ല എന്ന് നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞാണ് പോകുന്നത് എങ്കിൽ മോശപ്പെട്ട കാലത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും പരിഹരിച്ച് വലിയ പ്രശ്നങ്ങളില്ലാതെ
മുന്നോട്ട് പോകാൻ സാധിക്കും. ഇത് തന്നെയാണ് ജ്യോതിഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജ്യോതിഷത്തിൽ സാധ്യതകളെ മാത്രമേ പറയൂ. അസ്ട്രോളജി ഒരു ശാസ്ത്രമാണ്, ഒരു കലയായി ഈശ്വര ചിന്തയോടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ശാസ്ത്രം. അതുകൊണ്ടാണ് അസ്ട്രോളജി, അസ്ട്രോണമി എന്നൊക്കെ രണ്ട് പേരുകളൊക്കെ ഈ അടുത്ത കാലത്തുണ്ടാവുകയും അസ്ട്രോളജി എന്ന് പറയുന്ന ഒരു ഭാവനയാണ്, ശാസ്ത്രമല്ല എന്നൊക്കെ പറയുന്നു. കാരണം അത് വെറും ഭാവന കൊണ്ടൊന്നും അസ്ട്രോളജിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. അത് ഗ്രഹങ്ങളുമായിട്ടും അതിൻ്റെ സഞ്ചാരവുമായിട്ടും അസ്ട്രോണമിയുമായിട്ടും ഒരു നല്ല ബന്ധമുണ്ട്. അതിൻ്റെ ഫലം എന്താണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ കലാപരമായ അല്ലെങ്കിൽ കലയായി ഓരോരുത്തർ ഭാവന എന്നൊക്കെ പറയുന്നത്. മനുഷ്യരെ നല്ല വഴിയിൽ ചിന്തിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതായത് നല്ലതും ചീത്തയുമായ ഓരോ സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതുപോലെ തന്നെ നല്ലതും ചീത്തയുമായ സ്വഭാവങ്ങളും എല്ലാവരിലും ഉണ്ടാവും. ആരും നല്ലതു മാത്രം ഉള്ളവരോ ആരും മോശം സ്വഭാവം മാത്രം ഉള്ളവരോ അല്ല. എല്ലാവരിലും നല്ലതും മോശവുമായ ചിന്താഗതികൾ കാണും, സ്വഭാവങ്ങൾ കാണും, ജീവിത രീതികൾ കാണും. ഇതെല്ലാം എല്ലാവർക്കും കാണും. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരിലും ചില നന്മകളും കാണും, ചില പോരായ്മകളും കാണും. അപ്പം അങ്ങനെ ഓരോരുത്തരെ സംബന്ധിച്ചും അവരിലുള്ള പോരായ്മകളും അവർക്ക് മോശമായി സംഭവിക്കാൻ സാധ്യതയുള്ള സമയങ്ങളെയും തിരിച്ചറിഞ്ഞ് അതിനെ നേരിട്ട് അത് മാറ്റിയെടുത്ത് ജീവിതം മെച്ചമാക്കാൻ എങ്ങനെ സാധിക്കും എന്നതാണ് ഈ അസ്ട്രോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നതും അസ്ട്രോളജി ഉണ്ടാക്കിയവരുടെ ലക്ഷ്യവും അതൊക്കെ തന്നെയാണ്. അപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കാനും കാര്യങ്ങൾ അറിഞ്ഞ് ജീവിക്കാനും നിങ്ങളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ എനിക്കിങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് ഒരുപാട് ലാഭം കിട്ടും എന്നുള്ള ചിന്തയൊന്നുമില്ല. എൻ്റെ വീഡിയോ എത്ര പേർ കാണുന്നു എന്നുള്ളതല്ല കാര്യം. കാണുന്നവരിൽ ആരെങ്കിലും ഇത് അംഗീകരിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം വരുന്നു എങ്കിൽ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും എൻ്റെ ലാഭവും. നമ്മൾ സ്വയം തിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾക്ക് പകരം പൂജയും വഴിപാടും മാത്രം നടത്തി വീട്ടിൽ കുത്തിയിരുന്നാൽ എല്ലാം ശരിയാകും എന്നൊരു ചിന്താഗതി എനിക്കില്ല. അങ്ങനെ നമ്മളെ പറ്റിച്ച് ഓരോ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചൂഷണം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരെ അംഗീകരിക്കത്തില്ല. കാരണം അസ്ട്രോളജിയുടെയും ജ്യോതിഷത്തിൻ്റെയും പേരിൽ ആരെയും ചൂഷണം ചെയ്യാൻ അല്ലെങ്കിൽ പണമുണ്ടാക്കാനോ വേറെ ഏതെങ്കിലും വിധത്തിൽ അവരെ വിനിയോഗിക്കാനോ അവരെ ആശിപ്പിച്ച് അവരെ മറ്റൊരു വഴിക്ക്, അതായത് നല്ല വഴിയിൽ നിന്ന് മോശമായ വഴിയിലേക്ക് കൊണ്ടുപോകാനോ ശ്രമിക്കുന്നതൊന്നും ജ്യോതിഷമല്ല. അതിനൊക്കെ ഞാൻ എതിരുമാണ്. കാരണം ഒരു കർപ്പൂരം കത്തിച്ച് വെച്ചാൽ അല്ലെങ്കിൽ വീടിൻ്റെ 4 മൂലയ്ക്കും ഇച്ചിരി ഉപ്പ് കൊണ്ടുവച്ചാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്താൽ ആ വീട്ടിൽ മഹാലക്ഷ്മി കയറി വരും, നിങ്ങൾ ഉടനെ കോടീശ്വരരാകും, ഇങ്ങനെയൊന്നും പറയുന്നതൊന്നും അസ്ട്രോളജി അല്ല. അതിനൊരു ശാസ്ത്രമുണ്ട്. പാരമ്പര്യമായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ടുപിടിച്ച കുറേ ഗ്രന്ഥങ്ങളുണ്ട്, അതിൻ്റെ വിവർത്തനമുണ്ട്. ഇതിലൊന്നും തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ ഓരോരുത്തർ പറയുമ്പോൾ വിശ്വസിച്ച് അങ്ങനെ സംഭവിക്കട്ടെ, പ്രാരാബ്ധം കൊണ്ടും ദുരിതം കൊണ്ടും ഒക്കെ ആയിരിക്കും ഓരോരുത്തർ ഇതിനകത്തിലങ്ങ് ആകൃഷ്ടരാകുന്നത്. ഇതൊന്നും ശാസ്ത്രമല്ലാത്തത് കൊണ്ട് ഇതിഷ്ടപ്പെടാത്തവർ ഒരു പക്ഷേ എന്നെ ചീത്ത വിളിക്കുകയോ കമൻറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. എനിക്കതിൽ യാതൊരു വിഷമവുമില്ല. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.